ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 23 ആണ്, നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ്. ഈ ഒരു എൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നെയിമിങ് ചെയ്യൽ, IUPAC നെയിം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടാതെ ഐസോമേഴ്സ് എന്താണ്, എത്ര തരത്തിലുള്ള ഐസോമേഴ്സ് കോമ്പൗണ്ട്സ് ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്നാണ്. ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രോജൻ ഇൻ ദെയർ മോളിക്യൂൾസ് ആർ കോൾഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് കാർബണും ഹൈഡ്രോജനും ഉൾക്കൊള്ളുന്ന കോമ്പൗണ്ട്സിനെ അവരുടെ മോളിക്കുലർ സ്ട്രക്ചറിൽ അതിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഓപ്പൺ ചെയിൻ ഓർ ആലിഫാറ്റിക് ആൻഡ് ദി സെക്കൻഡ് തിങ് ക്ലോസ്ഡ് ചെയിൻ ഓർ സൈക്ലിക്. ഓപ്പൺ ചെയിൻ വരുന്നതുണ്ടല്ലോ, ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ആലിഫാറ്റിക്കിനെ കുറിച്ച് ഇനി നമ്മൾ പറയുന്നുണ്ട്. ആൽക്കെയിൻസ് ആണ് ഈ ഒരു ഓപ്പൺ ചെയിനിൽ അല്ലെങ്കിൽ ആലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ വരുന്നത്. അവയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആൻഡ് ക്ലോസ്ഡ് ചെയിനിൽ വരുന്നത് അത് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോമോസൈക്ലിക്, രണ്ടാമത് ഹെറ്ററോസൈക്ലിക്. സൈക്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് ആയിട്ടാണ് സബ് ഡിവൈഡഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഒരു പോയിൻ്റായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോലോഗസ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോമ്പൗണ്ട്സ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല അതിൻ്റെ നൈബറിങ് കോമ്പൗണ്ട്സ് ആയിട്ട് ഡിഫറൻറ്റിലായിരിക്കും. അതിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കൂ. ഫസ്റ്റ് വരുന്നത് മീത്തേൻ CH4 ആൻഡ് ഈത്തേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അതിൽ എക്സ്ട്രാ ഒരു കാർബൺ ആറ്റം ആൻഡ് ദി 2 ഹൈഡ്രജൻ ആറ്റവും വരുന്നുണ്ട് അല്ലേ. ഇനിയിപ്പം ഇത് രണ്ടുമാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതാണെങ്കിലും സെയിം തന്നെയാണ് വരുന്നത്. ഒരു കാർബണും 2 ഹൈഡ്രജനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇത്തരത്തിലുള്ള സീരീസ് കാണിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നെയിമിംഗ് റൂൾസ് ഫോർ ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസിനെ എങ്ങനെ നെയിം ചെയ്യാമെന്ന് നേരത്തെ ആലിഫാറ്റിക് സൈക്കിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ഉൾപ്പെടുന്നതാണ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടൈപ്സ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റം ഹൈഡ്രോജൻ ആറ്റവുമായിട്ട് ഏത് തരത്തിലുള്ള ബോണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആൽക്കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ടായിരിക്കും മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഇലക്ട്രോൺസും ബോണ്ട് ചെയ്യണം അല്ലേ. ബോണ്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അത് സ്റ്റെബിലൈസ്ഡ് ആവില്ല. അപ്പോൾ ഇവിടെ ഹൈഡ്രോ കാർബൺസിൽ ഇത് ഹൈഡ്രജൻ ആറ്റംസും ആയിട്ടായിരിക്കും ബോണ്ട് ചെയ്യുന്നത്. എനിവേ ഈ ഒരു കാർബണ് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ബോണ്ടിൽ ഏർപ്പെടുമ്പം അതൊരു സിംഗിൾ ബോണ്ടാണ്. ദാറ്റ് സിംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബോണ്ടാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽക്കെയിൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഗോസ് ടു ആൽക്കീൻ, ENE വരുന്നത്. ആൻഡ് ട്രിപ്പിൾ ബോണ്ടാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ ഗോസ് ടു ആൽക്കൈൻ എന്ന്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ നെയിമിങ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു പിക്ചർ നോക്കൂ. ദാറ്റ് ഈസ് 1 എന്ന് വെച്ചാൽ 1 കാർബൺ ആറ്റം ആണെങ്കിൽ അതിനെ മെത്ത് എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ആൻഡ് 2 കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയും. 3 ആണെങ്കിൽ 4 ആണെങ്കിൽ ബ്യൂട്ട്. അപ് ടു 10 വരെയുള്ളത് 10 കാർബൺ ആറ്റം വരുന്നതാണെങ്കിൽ ഡെക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഓരോന്നായിട്ടും നെയിമിങ് ചെയ്യാൻ പോവുകയാണ്. ആൽക്കെയിൻസിൻ്റെ കേസിൽ നോക്കാം. ആൽക്കെയിൻസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന്. ഇവിടെ നിങ്ങൾ നോക്കൂ. ഓക്കെ, നമുക്ക്
3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതിനെ നമുക്ക് 1 2 നമ്പർ ചെയ്ത് നോക്കാം. 3 കാർബൺ ആറ്റംസ് ഉണ്ട്. 3 കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 3 പ്രൊപ്പ് എന്നാണ് അല്ലേ ഡിനോട്ട് ചെയ്യുന്ന പ്രൊപ്പ്. ഇനി ഇതിൻ്റെ ബോണ്ടാണ് സെക്കൻഡ് തിങ് നോക്കുന്നത്. ഈ ഒരു കാർബണ് ഹൈഡ്രജനുമായിട്ട് ഏത് ബോണ്ടിലാണ് വരുന്നതെന്ന്. കാർബൺ ഏത് ബോണ്ടിങ്ങിലാണ് വരുന്നത്? ദറ്റ് ഈസ് സിംഗിൾ ബോണ്ടിൽ. അപ്പം നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ പ്രൊപ്പെയിൻ, സിംഗിൾ ബോണ്ട് വരുമ്പോൾ എയിൻ എന്നാണ് ചേർക്കേണ്ടത്. ആൽക്കെയിൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് എയിൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ പ്രൊപ്പെയിൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിനെ വിളിക്കുന്നത്. നമുക്ക് ഇതിനെ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു ജനറൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CnH2n+2. ദാറ്റ് ഈസ് ഇപ്പം കാർബൺ 2 കാർബണാണ് ഉള്ളതെങ്കിൽ C2 2 കാർബൺ ഉണ്ടാവും. ആൻഡ് H എന്തായിരിക്കും? 2 × 2 4 +2 6 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്ട്രക്ചറൽ ഫോർമുല നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയായിരിക്കും വരുന്നതെന്ന്. സ്ട്രക്ചറൽ ഫോർമുല ദറ്റ് ഈസ് 2 കാർബൺ ഉള്ളതിനെ കൊണ്ട് ആൻഡ് ആൽക്കെയിൻ അതിനെ കൊണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി H6 ആണല്ലേ വരുന്നത്. അതായത് ഇവിടെ ഒരു ബോണ്ടിൽ കാർബൺ ഏർപ്പെടുന്നുണ്ട്, ഇവിടെ ഒരു ബോണ്ടിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണമാണല്ലോ വരുന്നത്. അപ്പം 3 എണ്ണം തികച്ചു. 4ാമത്തത് വരുന്ന ഈ ഒരു സിംഗിൾ ബോണ്ടാണ്. ഈ ഒരു സിംഗിൾ ബോണ്ട് എന്ത്? ഈ ഒരു കാർബണും ബാധകമാണ് അല്ലേ. അപ്പം ആ ഒരു കാർബണും അത് ബാധകമാണ്. ബാക്കി 3 എണ്ണം കൂടി അതിന് ബോണ്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് C2H6 കിട്ടി. 2 കാർബൺ സിംഗിൾ ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അതിന് റിമൈനിങ് ആയിട്ട് 6 ഹൈഡ്രജനും വരുന്നുണ്ട്. ഇതാണ് ആൽക്കീൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആൽക്കീൻസ് എന്നാൽ എന്താണെന്നാണ്. ആൽക്കീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നുണ്ട് ആൽക്കീൻസ്. ഇതിൽ ഇവിടെ നോക്കൂ, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 കാർബൺ ആറ്റം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ബ്യൂട്ട് എന്നാണ് പറയുന്നത് അല്ലേ, ബ്യൂട്ട്. ഇനി ഇത് ഒരു ഡബിൾ ബോണ്ടാണ് വരുന്നത്. ആ ഒരു ഡബിൾ ബോണ്ട് വരുന്നതിനെ കൊണ്ട് നമ്മൾ ബ്യൂട്ട് ENE ആണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ആൽക്കീൻ്റെ കേസിൽ വരുമ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നോക്കാം. എന്നിട്ട് അതിൻ്റെ ബോണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് അലിഫാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാവും. ഹിയർ ഇറ്റ് ഈസ് ബ്യൂട്ടീൻ ആണ്. ആൻഡ് ഇതിൻ്റെ ജനറൽ ഫോർമുല നോക്കുന്നതാണെങ്കിൽ ദറ്റ് ഈസ് CnH2n. അപ്പോൾ നേരത്തെ ആൽക്കൈൻ പറഞ്ഞൊരു കേസ് പോലെ തന്നെ ഇവിടെ ഒന്ന് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് ഇവിടെ ഒരു 4 കാർബൺ ആറ്റം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈഡ്രജൻ എത്രയായിരിക്കും? 2 × 4 ദറ്റ് ഈസ് 8. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതായത് കാർബണിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും എന്തായിരിക്കും ആൽക്കീൻസിൽ വരുന്നത്. ഇതിവിടെ എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മോളിക്കുലാർ ഫോർമുല തരും. ഇത് ഏത് കോമ്പൗണ്ട് ആണെന്ന്, ആൽക്കീൻ ആണോ ആൽക്കീൻ ആണോ അല്ലെങ്കിൽ ആൽക്കൈൻ ആണോ എന്ന് അവർ ചോദിക്കും. അപ്പോൾ അത് പറയേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് ഇത് ഇപ്പം ഇങ്ങനെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആൽക്കൈൻസിനെ കുറിച്ചിട്ടാണ്. ആൽക്കൈൻസ് എന്താണ്? ഒബ്വിയസ്ലി അത് ട്രിപ്പിൾ ബോണ്ടാണ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ഇവിടെ ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. കൂടാതെ നമ്മുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണ്? 1 2 3 4 5 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് പെൻഡ എന്നാണ്. ദറ്റ് ഈസ് പെൻഡ എഴുതി കൊടുക്കുക. പെൻഡ ട്രിപ്പിൾ ബോണ്ട് ആയതിനെ കൊണ്ട് എ വരില്ല. ദറ്റ് ഈസ് ഐനാണ് അല്ലേ. ഐൻ എന്ന് ചേർക്കുക, പെൻറ്റൈൻ.
ആൽക്കൈൻ എന്നാണല്ലോ, അപ്പം പെൻറ്റൈൻ. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് കേട്ടോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 5 കാർബൺ ആറ്റം ഉണ്ട്, അത് 6 ഹൈഡ്രജൻ ആറ്റമാണ് ഇതിനെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ദറ്റ് ഈസ് CnH2n-. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ തന്നെ റെഫർ ചെയ്യാം. ദറ്റ് ഈസ് ഇവിടെ 5 കാർബൺ ആറ്റംസ് ഉണ്ട്, 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ആൻഡ് ദറ്റ് ഈസ് അത് 6 എന്ന് വരുമ്പോൾ 5 എന്ന് വരുമ്പോൾ കാർബൺ 5 ആണല്ലോ വരുന്നത്. ദറ്റ് ഈസ് ഹൈഡ്രജൻ എന്താ 2n-2 ആണ്. അപ്പം 2 × 5 എന്ന് വെച്ചാൽ 10 -2 ദറ്റ് ഈസ് 8. ഈ ഒരു 8 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല വരുന്ന ആൽക്കെയിൻസിൻ്റെ. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രക്ചറൽ ഫോർമുല പറഞ്ഞുതരാം. C6H12 ഒരു മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പം ഇത് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ജനറൽ ഫോർമുല വെച്ചിട്ട് നോക്കാം. ദറ്റ് ഈസ് ഇതിൻ്റെ കറക്റ്റ് എന്താണ് ഇരട്ടിയാണല്ലേ വരുന്നത്. അപ്പോൾ ഇതെന്താണ് ആൽക്കെയിൻ ആയിരിക്കുമല്ലേ ഇവിടെ വരുന്നത്, ആൽക്കെയിൻ. അതായത് ഇവിടെ വരുന്ന ഫോർമുല ജനറൽ ഫോർമുല എന്താണ് CnH2n അല്ലേ. ദറ്റ് ഈസ് എന്നിൻ്റെ ഇരട്ടി 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ആൽക്കെയിൻ ആണ് കേട്ടോ. ഈ ഒരു ആലിഫാറ്റിക്കിൻ്റെ നെയിമിങ് ഇത്രയേ വരുന്നുള്ളൂ, ആൽക്കീൻ്റെ ആൽക്കൈൻ്റെയും ആൽക്കീൻ്റെ ഒക്കെ. ഇനിയിപ്പം നമ്മൾ നോർമലി കുറച്ചും കൂടെ വലിയ കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിമിങ്, അതായത് ഇൻ്റർനാഷണൽ നെയിം ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, നമുക്ക് നോക്കാം എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് സെർട്ടൈൻ റൂൾസ് ഉണ്ട്, പക്ഷേ ഞാൻ ആ ഒരു റൂൾസ് ഇതിലൂടെ തന്നെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു കോമ്പൗണ്ട് കൺസിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിനാണ് നോക്കേണ്ടത്. അങ്ങനെ ലോങ്ങസ്റ്റ് ഇതാണ് കാർബൺ ചെയിൻ വരുന്നത്. അതിൻ്റെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്പർ ചെയ്യണം. ഫോർവേഡും നമ്പർ ചെയ്യണം, ബാക്ക്വേർഡും. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്. ആൻഡ് ഇത് ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മൾ എന്താണ് അതിൻ്റെ നമ്പറിങ് ചെയ്തത്. ഇനി ബാക്ക്വേർഡ് ഡയറക്ഷൻ 1, 2. ഓക്കെ. ഇനി 2 കാർബൺ ആറ്റമേ ഉള്ളൂ. 2 എന്ന് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും? 2 കാർബൺ വരുമ്പോൾ എത്തായിരിക്കും അല്ലേ. ദറ്റ് ഈസ് എത്ത്. ഓക്കെ. അപ്പം ഈ ഒരു എത്ത് ഇവിടെയുള്ള ബോണ്ടാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ഇവിടെ വരുന്ന ബോണ്ട് ഏതാണ്? സിംഗിൾ ബോണ്ടാണ് വരുന്നത്. അപ്പം സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ എയിൻ എന്നാണല്ലേ മീൻ ചെയ്യുന്നത്. അപ്പം എയിൻ ചേർത്ത് കൊടുക്കുക. ദറ്റ് ഈസ് ഈതെയ്ൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം വരുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ട് നമുക്ക് നോക്കാം. ഹിയർ ഇറ്റ് ഈസ്. ഫസ്റ്റ് കണ്ടിന്യൂസ് ലോങ്ങസ്റ്റ് ചെയിന് നോക്കാം, കൺസിഡർ ചെയ്യാം. അതിൻ്റെ നമ്പറിങ് ചെയ്യാം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. ഇങ്ങനെ നമ്പറിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചില കോമ്പൗണ്ട്സിൽ നമുക്ക് ലീസ്റ്റ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ നെയിമിങ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ബാക്ക്വേർഡ് നമുക്ക് നെയിം ചെയ്യാം. ടോട്ടൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ്. ഇവിടെ 1, 2, 3 കാർബൺ ആറ്റം വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ദറ്റ് ഈസ് പ്രൊപ്പ് അല്ലേ. പ്രൊപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഡബിൾ ബോണ്ട് വരുമ്പോൾ നമുക്കറിയാം ദറ്റ് ഈസ് ആൽക്കീൻ ആണ്. അപ്പോൾ പ്രൊപ്പിൻ്റെ കൂടെ അതിൻ്റെ സഫിക്സ് ആയിട്ട് നമ്മൾ ഈൻ കൂടെ ചേർത്ത് കൊടുക്കാം. ദറ്റ് ഈസ് പ്രൊപ്പീൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വേറൊരു എക്സാമ്പിളാണ്.
ഇതിൽ ആദ്യം ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ നോക്കുക, അതിൽ നമ്പറിങ് ചെയ്യുക. 1 2 3 4 5 1 2 3 4 5. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ എന്തായിരിക്കും? 5 കാർബൺ ആറ്റംസ് ആണുള്ളത് അല്ലേ? 5 കാർബൺ ആറ്റംസ് ഉള്ള 1 2 3 4 5. 5 കാർബൺ വരുമ്പോൾ പെൻറ്റ് വരും. ഇനി ഇതിൻ്റെ ബോണ്ട് നോക്കാം. നെക്സ്റ്റ് പെൻറ്റ് കഴിഞ്ഞു. ബോണ്ട് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ് വരുന്നത് എല്ലാത്തിലും. അപ്പോൾ സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ ആൽക്കെയിൻ ഗ്രൂപ്പിലായിരിക്കും. ദറ്റ് ഈസ് സഫിക്സ് ആയിട്ട് എയിൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈക്ലിക് സ്ട്രക്ചർ നോക്കുന്നതാണെങ്കിൽ ഈസിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ കാർബൺ 5 കാർബൺ ആണല്ലോ വരുന്നത്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചറിൽ കാർബൺ 5 കാർബൺ ഉണ്ടാവും. ദറ്റ് ഈസ് ഒരു ക്ലോസ്ഡ് ചെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് ഇവിടെ ഹിയർ ഇറ്റ് ഈസ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്, H2. ഇങ്ങനെ ഒരു സൈക്ലിക് ഫോമാറ്റിലാണ് നമ്മളിപ്പം ഒരു സ്ട്രക്ചർ ഉള്ളതാണെങ്കിൽ അതിന് സൈക്ലോ എന്ന് ഫസ്റ്റ് നെയിം ചെയ്യേണ്ടതാണ്. സൈക്ലോ. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 5 കാർബൺ ഉണ്ട്. അപ്പം കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സൈക്ലോ പെൻറ്റ്. നെക്സ്റ്റ് വരുന്ന സിംഗിൾ ബോണ്ടാണല്ലോ, ദറ്റ് ഈസ് പെൻറ്റെയിൻ എന്നാണ് ഈ ഒരു ക്ലോസ്ഡ് കോമ്പൗണ്ടിൽ വരുന്ന നെയിമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്? ദറ്റ് ഈസ് ഇവിടെ 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. 4 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ ഓൾവേസ് അതിൻ്റെ പേര് ബ്യൂട്ട് എന്ന് വരും അല്ലേ? ബ്യൂട്ട്. ഇനി നമ്മൾ നമ്പറിങ് ചെയ്യുന്നതാണെങ്കിൽ 1 2 3 4. ബാക്ക്വേർഡിലും നമ്പർ ചെയ്യാം 1 2 3 4. ഹിയർ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. 4 കാർബൺ ആറ്റം ഉണ്ട് ആൻഡ് നെയിം ചെയ്തത് എന്താണ്? ബ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് നെയിം ചെയ്യും. ഇനി ഈ ഒരു ബോണ്ട് ആൽക്കെയിൻ ആണല്ലേ, കാരണം ഇതൊരു സിംഗിൾ ബോണ്ടാണ്. കൂടാതെ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു CH3 അഡീഷണൽ ആൽക്കൈലിനെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആൽക്കൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡെഫിനിഷൻ ഓഫ് ആൽക്കൈൽ ഈസ് ആൽക്കെയിൻ -1 ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ഇതിനെ ഒരു ആൽക്കൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ മിത്തൈൽ എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ദെർഫോർ എ 1 കാർബൺ ആറ്റം. അതുകൊണ്ട് ഇതിനെന്താ നമ്മൾ പറയുന്നത്? മിത്തൈൽ. ഇനി ഇതിൻ്റെ പൊസിഷൻ നോക്കാം. ഇവിടെ നമ്മൾ ബാക്ക്വേർഡും ഫോർവേഡും എന്താണ് നെയിം ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു നെയിം ചെയ്തതിനെ കൊണ്ട് തന്നെ ഇതിൽ മിഥൈലിൻ്റെ വരുന്ന കാർബൺ ആറ്റത്ത് വരുന്ന ബോണ്ട് നോക്കാം. ഇവിടെ ഉണ്ടാകുന്ന നമ്പേഴ്സ് 2 ഉണ്ട് 3 ഉണ്ട്. അതിൽ ലീസ്റ്റ് നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലീസ്റ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ് വരുന്നത് ഹിയർ. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നെയിമിങ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ പൊസിഷനാണ് എഴുതേണ്ടത്. അതിൻ്റെ പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന ഈ ഒരു ആൽക്കൈലിനെ എഴുതണം. ദറ്റ് ഈസ് 2 മിഥൈൽ. ഇവിടെ ഞാനൊരു ഹൈഫൺ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു ഹൈഫൺ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നമ്പറും ഒരു ഇതും വരുന്നതാണെങ്കിൽ ലെറ്ററും വരുന്നതാണെങ്കിൽ അതിനെ ഹൈഫൺ ഇട്ടിട്ട് വേണം നമ്മൾ വേർതിരിക്കാൻ. ആൻഡ് ബ്യൂട്ട് 4 കാർബൺ ആറ്റം. ഇത് സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് ഇതിൻ്റെ എന്തായിരിക്കും? എയിൻ എന്നായിരിക്കും അല്ലേ വരുന്നത്. അപ്പം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിഥൈൽ ബ്യൂട്ടെയിൻ എന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ അതേപോലെ തന്നെ ഇവിടെയും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചർ നിങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുക കാർബണിൻ്റെ, എന്നിട്ട് നമ്പറിങ് ചെയ്യുക 1 2 3 4 1 2 3 4. എത്ര കാർബൺ ആറ്റം ഉള്ളത്? 4 കാർബൺ ആറ്റം. ആൻഡ് അത് മേക്ക് ചെയ്യുന്നത്
സിംഗിൾ ബോണ്ടാണ്. അപ്പം ബ്യൂട്ടേൻ അത് ഫസ്റ്റ് തന്നെ എഴുതിയേക്കാം. ഇനി ഇതിൻ്റെ പ്രിഫിക്സ് ആയിട്ടാണ് എന്താ നമുക്ക് വരുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കൂ, 2 മിഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ, അല്ല 2 ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കൂ, അതിൽ ലീസ്റ്റ് നമ്പറാണ് എടുക്കേണ്ടത്. ഇവിടെ 2ഉം 3ഉം ആണ് വരുന്നത്, ഇവിടെയും 2ഉം 3ഉം ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്താണ് 2 എണ്ണം വരുന്നതിനെ കൊണ്ട് അതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് എഴുതാം 2, 3. ഇവിടെ 2 നമ്പേഴ്സ് ആയതിനെ കൊണ്ട് നമുക്കത് കോമ ഇട്ടിട്ട് അതിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമ്പർ വരുന്നത് നെക്സ്റ്റ് 2 എണ്ണം ഉണ്ട് ആൽക്കിൽ ഗ്രൂപ്പ്, അതുകൊണ്ട് ഡൈ ഈഥെയിൽ എന്നാണ് കേട്ടോ. ഡൈ ഈഥെയിൽ 2 ആൽക്കൈൽ ഉള്ളതുകൊണ്ട് ഈഥെയിൽ എന്നാണ് വരുന്നത്. അപ്പം ഡൈ ഈഥെയിൽ ബ്യൂട്ടേൻ 2, 3, ഡൈ ഈഥെയിൽ ബ്യൂട്ടേൻ. ഇവിടെ ഹൈഫൺ നിങ്ങൾ കണ്ടോ, നമ്പറിനെയും ആ ഒരു ലെറ്ററിനെ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലോങ്ങസ്റ്റ് ചെയിൻ കൺസിസ്റ്റ് ചെയ്യാം, അതിൽ നമ്പറിങ് ചെയ്യാം. 1, 2, 3, 4, 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ പെൻറ്റ് ആയിരിക്കും എന്തായാലും വരുന്നത്, പെൻറ്റ്. പിന്നെ അതിൻ്റെ ബാക്ക്വേർഡും നമുക്ക് ഓക്കെ നമ്പർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊരു സിംഗിൾ ബോണ്ടാണ് അല്ലേ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും വരുന്നത്, എയിനായിരിക്കും വരുന്നത്. അപ്പം പെൻറ്റെയിൻ എന്ന് നമുക്ക് കിട്ടി. ഇനി നിങ്ങളിവിടെ നോക്കൂ കേട്ടോ, ഇവിടെ ഒരു ക്ലോറിൻ ആറ്റം വരുന്നില്ലേ. ക്ലോറിൻ ആറ്റം അവിടെ കാർബണുമായിട്ട് എത്രാമത്തെ പൊസിഷനിലാണ്, 5ാമത്തെ പൊസിഷൻ ആൻഡ് ഫസ്റ്റ് പൊസിഷൻ ഉണ്ട്. അതിൽ ലീസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനായിട്ട് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ക്ലോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻസ് ആണ്, ഹാലോജൻസിൽ ഉൾപ്പെടുന്ന. അപ്പം ആൽക്കെയിനും ഹാലോജൻസ് എല്ലാം നിങ്ങൾ ഓർക്കുക. നമ്മൾ ആ ഒരു കാർബൺ ആറ്റത്തിൻ്റെ അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് മുന്നിലാണ് നമ്മൾ അത് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലോറിന് നമ്മൾ ക്ലോറോ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അത് ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ആ ഒരു പൊസിഷൻ ഡിനോട്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ക്ലോറോ പെൻറ്റീൻ എഴുതാം, അല്ലെങ്കിൽ 1 ക്ലോറോ പെൻറ്റീൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറോ പെൻറ്റീൻ എന്ന് മാത്രം എഴുതിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, 5 കാർബൺ ആറ്റം തന്നെയാണ് വരുന്നത്, പെൻറ്റെയിൻ. ഇതിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നമ്മൾ ഈ ഒരു ചെയിനിൽ നമ്പർ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഹാലോജൻസ് വരുന്നുണ്ട്, 2 ക്ലോറിനും വരുന്നുണ്ട്, ഒരു ബ്രോമിനും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നെയിം ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഇതിൽ നോക്കൂ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹാലോജൻസ് തന്നെ പ്രിഫിക്സ് ആയിട്ടാണ് എഴുതേണ്ടത്. അതിൽ തന്നെ അവ എഴുതുമ്പം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പം ബ്രോമിനും ക്ലോറിനും വെച്ച് കഴിഞ്ഞാൽ ബ്രോമിനായിരിക്കും ഫസ്റ്റ് നെയിം ചെയ്യേണ്ടത്. അതിൽ തന്നെ ബ്രോമിൻ്റെ പൊസിഷൻ നോക്കാം. ഇവിടെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് 3 എന്ന് എഴുതാം. 3, ബ്രോമോ 3, ബ്രോമോ. ബ്രോമിനെ ബ്രോമോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ബ്രോമോ. ഇനി 2 ക്ലോറിൻസ് വരുന്നുണ്ട് അല്ലേ ഇവിടെ. അത് എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത്? ഇത് 2 and 4ഉം ഇത് 1 and 5. ലീസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്, ലീസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1ഉം 2 ആയിരിക്കും എടുക്കുന്നത്. ദറ്റ് ഈസ് ഇവിടെ ബ്രോമോ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് എന്താണ്, അതിൻ്റെ പൊസിഷൻ. അതൊരു നമ്പറാണ്. അപ്പോൾ ഇതിന് 2നെ വേർതിരിക്കാൻ വേണ്ടി ഒരു ഹൈഫൻ ഇട്ടു. ആൻഡ് 1, 2. 2 ക്ലോറിൻ ആറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഡൈ എന്നാണ് പറയുന്നത് കേട്ടോ. ഡൈ ക്ലോറോ പെൻറ്റെയിൻ ആയിരിക്കും വരുന്നത്. ഡൈ ക്ലോറോ പെൻറ്റെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ നെയിമിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇവിടെ നോക്കൂ, ഈ ഒരു കാർബൺ ആറ്റം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അതിൽ നെയിമിങ് ചെയ്യാം.
2 3 4 1 2 3 4. ഹിയർ നിങ്ങൾ നോക്കുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട് അല്ലേ. ഇത് സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ആകെ ടോട്ടൽ കാർബൺ ആറ്റം വരുന്നത് എന്താണ്? 4 എണ്ണമാണ്. അതുകൊണ്ട് നമ്മളതിനെ ബ്യൂട്ട് എന്ന് പറയുന്നു. അതിൻ്റെ പൊസിഷന് സെക്കൻഡ് ആണല്ലേ വരുന്നത്. അതിൻ്റെ തന്നെ ഹൈഫൻ ഇട്ട് വരുന്നു. ഇനിയിപ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് 2 ബ്യൂട്ടീൻ എന്നാണ് പറയുന്നത്. ഇത് 2 ബ്യൂട്ടീൻ അല്ലാതെ നമ്മൾ ഇങ്ങനെ കൂടെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. അതായത് ബ്യൂട്ട് 2 ഈൻ എന്നുകൂടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും ഫോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്യൂട്ട് 2 ഈൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് അടുത്തൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇവിടെ നമുക്ക് നമ്പറിങ് ചെയ്യാം. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. 5. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കൂ. ഇവിടെ ടോട്ടൽ 5 കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പെൻഡ് എന്ന് എഴുതാം അല്ലേ. ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്, പെൻഡ് എന്ന് എഴുതാം. ആൻഡ് ഹിയർ ട്രിപ്പിൾ ബോണ്ട് ദറ്റ് ഈസ് ഡൈ ഐൻ. 2 ട്രിപ്പിൾ ബോണ്ട് വരുന്നതിനെ കൊണ്ട് ഡൈ ഐൻ എന്നാണ്. ലെറ്റ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. ഈ ഒരു ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ ഫോർവേഡിൽ ഇതിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്, നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്ക്വേർഡ് ചെയ്യുന്നതാണെങ്കിൽ 1 2 3 4 5. അപ്പം ഇത് ലീസ്റ്റ് നമ്പർ എടുക്കുന്നതാണെങ്കിൽ 2 ആയിട്ടാണ് ഈ ഒരു പൊസിഷൻ എന്ന് നോക്കൂ. പെൻഡ് ലീസ്റ്റ് നമ്പർ ഈ ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്നത് ഇവിടെ 1 വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ 3ൻ്റെ കേസിലുമാണ് വരുന്നത് ട്രിപ്പിൾ ബോണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? പെൻഡ് ഹൈഫൺ 1,3 അതിൻ്റെ പൊസിഷൻ ചെയ്യാം. പിന്നെ 2 ട്രിപ്പിൾ ബോണ്ട് വരുന്നതിനെ കൊണ്ട് തന്നെ അതിനെ ഡൈ വരുന്നുണ്ട് അല്ലേ. ഡൈൻ ദറ്റ് ഈസ് പെൻ 1,3 ഡൈൻ എന്നാണ് ഇത് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ടിനെ. ഇത്ര മതി. നമ്മൾ കാർബൺ ആറ്റം 4 കാർബൺ ആറ്റം ഇവിടെ വരുന്നുണ്ട്. 11th 1. ഈ ഒരു 4 കാർബൺ ആറ്റത്തിലുണ്ടല്ലോ, ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ദറ്റ് ഈസ് OH എന്ന് പറഞ്ഞിട്ടുള്ള. OH എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആൽക്കഹോളിലാണ്. നമ്മളിപ്പോൾ ഇതിനെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 4 ആറ്റംസ് കാർബൺ ആറ്റംസ് ഉള്ളത് ഓക്കെ നമ്പർ ചെയ്തു. ഇനി 4 കാർബൺ ആറ്റം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്യൂട്ട് എന്നാണ് വരുന്നത് അല്ലേ. ബ്യൂട്ട്. ആൻഡ് ഓൾസോ സിംഗിൾ ബോണ്ട് ആണല്ലേ. സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് ബ്യൂട്ടെയിൻ എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾ നോക്കൂ. ഇവിടെ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് സഫിക്സ് ആയിട്ടാണ് നമ്മൾ ഇനി എഴുതേണ്ടത്. ആൽക്കഹോളാണ് വരുന്നത്. ആൽക്കഹോളിന് ഉണ്ടല്ലോ നമ്മൾ ഓൾ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓൾ എന്നാണ് നമ്മൾ കോമ്പൗണ്ടിൻ്റെ നെയിം എഴുതുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത്. ഹിയർ 4 കാർബൺ ആറ്റം ആൻഡ് ദി ഓൾ. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഫസ്റ്റ് പൊസിഷൻ ഇവിടെ നിങ്ങൾ നോക്കൂ. എൻ്റെ പൊസിഷൻ എന്ന് വരുന്നത് 1ലും 4ത്തിലുമാണ്. അപ്പോൾ ലീസ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലീസ്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനാണ്. അപ്പം ഈ ഒരു ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ അതിനെ ഓൾ എന്നാണ് നമ്മൾ എഴുതുക. ബ്യൂട്ടനോൾ. ഇതായിരിക്കും ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കീറ്റോൺ ഒന്നും പറയണ്ട. പരിചയപ്പെടാം. ദറ്റ് ഈസ് COH എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആസിഡാണ്. അപ്പം ഇവിടെ ആസിഡിനെ എങ്ങനെയാണ് ആസിഡും കൂടെ ഈ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് നെയിം ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ദറ്റ് ഈസ് 1 2 3 4 5 ഇൻക്ലൂഡിങ് ദി ആസിഡിൻ്റെ ആ ഒരു കാർബണും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 5 ആയതുകൊണ്ട് തന്നെ പെൻറ്റ്
ആസിഡ് വരുമ്പോൾ ഉണ്ടാവില്ല, അതിന് ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓയിക് ആസിഡ്. നേരത്തെ ആൽക്കഹോൾ വരുമ്പോൾ നമ്മൾ ഓള് ചേർത്തല്ലോ, ഓള് ചേർത്തു. ഇപ്പോൾ ആസിഡ് ആകുമ്പോൾ ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ, അത് സഫിക്സിലാണ് കേട്ടോ ആ ഒരു ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നത്. ഹിയർ സഫിക്സ് കമ്മിങ് ഇൻ ഓയിക് ആസിഡ്. ഇവിടെ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിരിക്കും. അങ്ങനെ ഈ ഒരു 1 ഫസ്റ്റ് തന്നെ ഇവിടെയുള്ള ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 1 എന്നാ നോക്കേണ്ടത്. കാരണം ഇങ്ങനെ ഫോർവേഡിലായാലും ബാക്ക്വേർഡിലായാലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതിലാണോ ഉള്ളത് ആ ഒരു ബ്രാഞ്ച് ലീസ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അവിടെ വെച്ചാണ് നമ്മൾ നെയിമിങ് തുടങ്ങേണ്ടത്. അപ്പം നമുക്കിവിടെ ദെർഫോർ 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? 5 ഉള്ളതിനെ കൊണ്ട് പെൻറ്റ് അല്ലേ, പെൻറ്റ്. പിന്നെ ഓയിക് ആസിഡാണ്. അപ്പം ഓയിക് ആസിഡെന്നും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുക്കാം. പെൻറ്റൻ ഓയിക് ആസിഡ്. ഇതിൻ്റെ പൊസിഷൻ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 പെൻറ്റനോയിക് ആസിഡ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നെഗ്ലക്റ്റ് ചെയ്താൽ മതി. പെൻറ്റനോയിക് ആസിഡിൽ നിന്ന് സിംപ്ലി നമുക്കിതിനെ കോൾ ചെയ്യാം. ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ. ഇതേപോലെ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണാം. ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് വരുന്നത് ക്ലോറിനും ഒന്ന് നമ്മുടെ ആസിഡുമാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? കാർബൺ 1 2 3 4 5. ഓക്കെ, 5 എണ്ണം ഉണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പെൻറ്റനോയിക് ആസിഡ് ആയിരിക്കും. കാരണം ആസിഡ് വരുന്നത് സഫിക്സ് ആയിട്ടാണ്, അതായത് ആ ഒരു റൂട്ട് വേർഡിൻ്റെ പുറകിലായിരിക്കും ആസിഡൊക്കെ വരുന്നത്. ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് അന്നേരം പെൻറ്റനോയിക് ആസിഡ് എന്ന് എഴുതാം. പെൻറ്റനോയിക് ആസിഡാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഒരു ഹാലോജൻ ഉണ്ട്. ഹാലോജൻ എപ്പോഴും ഫസ്റ്റാണ് നമുക്കറിയാം, പ്രിഫിക്സിലായിരിക്കും. ആ ഒരു റൂട്ട് വേർഡിൻ്റെ പ്രിഫിക്സിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം എന്താണ് ക്ലോറ വരുന്നത് മുന്നിലായിരിക്കും. ദറ്റ് ഈസ് ക്ലോറിൻ വരുന്നതിനെ കൊണ്ട് അത് പ്രിഫിക്സ് ആയിട്ട്, ഇതൊരു ഹാലോജനാണ്, അത് പ്രിഫിക്സിലാണ് കൊടുക്കൽ ഫ്ലോറോ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ പൊസിഷനാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സുപ്പീരിയറിറ്റി നോക്കുന്നത്. പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. നേരത്തെ നമ്മൾ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് നോർമൽ സിമ്പിൾ കോമ്പൗണ്ടിൻ്റെ കേസിൽ എന്താണ് നമ്പറിങ് ചെയ്തു പോയി. പക്ഷേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഹാലോജൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആദ്യം നെയിം ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ കൊടുക്കുക. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളത് വരുന്നത്. ഇവിടെ ഹയർ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആസിഡിനായിരിക്കും, പിന്നെ ആൽഡിഹൈഡ് ആയിരിക്കും കേട്ടോ അതിൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത്. പിന്നെ കീറ്റോൺ വരും, പിന്നെ ആൽക്കഹോൾ വരും, പിന്നെ ട്രിപ്പിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, അവസാനമാണ് ഹാലോജൻസും ആൽക്കെയിൻസും വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറോ നമ്മൾ കൊടുത്തു. ഇനി നമ്പർ ചെയ്തിട്ട് ക്ലോറോൻ്റെ പൊസിഷനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഹയർ പ്രയോറിറ്റി വെച്ചിട്ട് നമ്മുടെ ഓയിക് ആസിഡാണ് ഫസ്റ്റ് വരുന്നത് നമ്പർ ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ് കാർബൺ ഇതാണ് വരുന്നത്, തേർഡ് കാർബൺ ഇവിടെ. അപ്പം ഫോർത്ത് കാർബണിലാണ് ക്ലോറിന് ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് വരുന്ന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പെൻറ്റനോയിക് ആസിഡ് എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IUPAC നെയിമിങ്ങിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇനിയും നിങ്ങൾ കുറച്ചും കൂടെ ഇതിൽ നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഇത് തരാവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോമറിസം ആണ്. ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ different substance which have the same molecular formula but different in their structures. Physical or chemical properties are called isomers. അതായത് സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയുള്ള ആ ഒരു
സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് മോളിക്കുലർ ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രൊപ്പൈൻ്റെ കേസിലാണെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണല്ലേ, സ്ട്രക്ചറൽ ഫോർമുല. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ C3H8 അല്ലേ. അപ്പോൾ ഇങ്ങനെ കാർബൺ ആൻഡ് ഹൈഡ്രജനെ ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതുന്നതിനാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. കമ്പൈൻ ചെയ്തിട്ട് അതൊരു സ്ട്രക്ചറായിട്ട് എഴുതുന്നതിന് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ മോളിക്കുലർ ഫോർമുല എന്താണ്, സെയിം ആയിട്ടും സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സബ്സ്റ്റൻസ് ആണ് ഐസോമെറിസം ഷോ ചെയ്യുന്നത്. പിന്നെ ഐസോമെറിസം ഉണ്ടല്ലോ, അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഐസോമെറിസത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. ഇതിൽ സ്ട്രക്ചറൽ ഐസോമെറിസം ആണ് 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ, സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് സ്ട്രക്ചറൽ ഐസോമെറിസം. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് തന്നെ പറയുന്നത്. ഇത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ചെയിൻ, ഫങ്ഷണൽ, പൊസിഷണൽ ആൻഡ് മെറ്റാമെറിസം. 4 എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ചെയിൻ ഐസോമെറിസത്തിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം ഡിഫറെൻറ്റ് നമ്പറിലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ N ബ്യൂട്ടൈൻ, മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം. ഇവിടെ N ബ്യൂട്ടൈൻ 4 കാർബൺ ആറ്റം ഉണ്ടാവും അല്ലേ അതിൻ്റെ മെയിൻ ചെയിനിൽ. ഓക്കെ, ദാറ്റ് ഈസ് N ബ്യൂട്ടൈൻ. ഇനി നെക്സ്റ്റ് ഇത് നോക്കാം. കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ, 1 2 3 4. പക്ഷേ ഇതിനെ കോൾ ചെയ്യുന്നത്, അതിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലാണ് അത് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഐസോബ്യൂട്ടൈൻ എന്നാണ് ഇതിനെ പറയുന്നത്, ഐസോബ്യൂട്ടൈന്. ഇവിടെ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ. അതിൻ്റെ മെയിൻ ചെയിനിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് കാർബൺ ആറ്റംസ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. 2 എക്സാമ്പിളും കൂടെ നോക്കുന്നതാണെങ്കിൽ N പെൻറ്റീൻ നോക്കാം. പെൻറ്റീൻ എന്ന് വെച്ചാൽ CH3 CH3 ഇതാണ് N പെൻറ്റീൻ. ഇനി അതേപോലെ തന്നെ ഐസോപെൻറ്റീൻ. അതിൻ്റെ ഐസോപെൻറ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കാർബൺ ആറ്റംസ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ CH2 മെയിൻ ചെയിൻ വരുന്നത്, CH3, ഇവിടെ ഒരു CH3. ഇവിടെ നോക്കൂ, ഇവിടെ 5 എണ്ണം ഉണ്ട് മെയിൻ ചെയിനിൽ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4 കാർബൺ ആറ്റമേ ഉള്ളൂ. ഓക്കെ, മറ്റേത് ബ്രാഞ്ച്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഐസോപെൻറ്റീൻ അല്ലെങ്കിൽ 2-മീഥൈൽ ബ്യൂട്ടീൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ചെയിൻ ഐസോമെറിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് പൊസിഷൻ ഐസോമെറിസത്തിനെ കുറിച്ചിട്ടാണ്. ദീസ് ഐസോമേഴ്സ് ഡിഫർ ഇൻ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു പൊസിഷനിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പ്, കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ഹാലജൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ പൊസിഷനിൽ വേരിയേഷൻസ് വരുന്നതിനാണ് പൊസിഷണൽ ഐസോമെറിസം പറയുന്നത്. ഇവിടെ ഹിയർ ഇറ്റ് ഈസ് ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ CH3 CH2 CH2OH. ഇതിനെന്താണ് പ്രൊപ്പാൻ 1 ഓൾ അല്ലേ, 3 IUPAC നെയിമിങ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 3 കാർബൺ ഉണ്ട്, അപ്പം പ്രൊപ്പ്. പിന്നെ സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് പ്രൊപ്പാൻ. ഇവിടെ OH ആണ് അല്ലേ വരുന്നത്. ദറ്റ് ഈസ് ഹിയർ. ഇവിടെ നിന്ന് വേണം നമ്മൾ നമ്പറിങ് തുടങ്ങാം. 1 2 3 4 1 2 3 നമ്പറിങ് തുടങ്ങുന്നത് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിനായിരിക്കും.
അപ്പോൾ പ്രൊപ്പാൻ 1 ഓൾ അല്ലെങ്കിൽ പ്രൊപ്പനോൾ എന്നും കൂടെ ഇതിനെ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് പ്രൊപ്പാൻ 2 ഓളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെക്സ്റ്റ് ഒരു ഇതും കൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഐസോമറിസം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. CH3OH ഇത് പ്രൊപ്പാൻ 2 ഓളിൻ്റെ എക്സാമ്പിളാണ് വരുന്നത്. ഇവിടെ നോക്ക്, ഈ ഒരു OH ഫസ്റ്റ് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. എന്താ അതിൻ്റെ പൊസിഷൻ മാറി ഇത് സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഓൾറെഡി അതിൻ്റെ IUPAC നെയിമും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് ഒരു കാർബണിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പൊസിഷനിലാവുമ്പോഴാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമേഴ്സ് വിച്ച് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓൾവേസ് അങ്ങനെ തന്നെയാണ്. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മോളിക്കുലർ ഫോർമുല നമുക്ക് C2H6O. ഇവിടെ നിങ്ങൾ നോക്കൂ, C2H5OH ആൻഡ് CH3OCH3. അപ്പോൾ ഇവിടെ രണ്ടും ഷോ ചെയ്യുന്നത് എന്താണ്? മോളിക്കുലർ ഫോർമുല C2H6O തന്നെയാണ് അല്ലേ. ഇവിടെ C2 ഈ ഒരു ഇതും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ H6 ആവും, പിന്നെ O ആയിരിക്കും റിമൈനിങ് ഉള്ളത്. ഇവിടെ ആ ഒരു കേസ് തന്നെ. ഇവിടെ H3 ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പം 2 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെയും വരുന്ന മോളിക്കുലർ ഫോർമുല എന്ന് വെച്ചാൽ C2H6O തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെയാണ്. ഇവിടെ OH ആണ് വരുന്നത്, ആൽക്കഹോളാണ് വരുന്നത് അല്ലേ. ഇത് ഈത്തറാണ് ഇത് ഇവിടെ വരുന്നത്. അപ്പം വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ C3H6O2 പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാം. മോളിക്കുലർ ഫോർമുല ഇതാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3CH2COOH ദറ്റ് ഈസ് പ്രൊപ്പനോയിക് ആസിഡാണ് ഇത് വരുന്നത്. 3 കാർബൺ ആറ്റം ആൻഡ് സിംഗിൾ ബോണ്ടാണ് വരുന്നത്. കൂടാതെ COH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്പറിങ് ചെയ്യേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഇവിടെ നമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ് തന്നെയാണ്, വേറെ ഒരു ഇതുമില്ല. അപ്പോൾ ഇതിൻ്റെ പേര് പ്രൊപ്പനോയിക് ആസിഡ്. ഇനിയിപ്പം വേറെ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് വരുന്നത് ഏതിലാണ്? ഈ ഒരു സെയിം മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്നത് മീത്തൈൽ എത്തനോയിറ്റ് എന്ന് പറയും. CH3COOCH3. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ ഇവിടെ 3, പിന്നെ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ ഒന്നും കൂടെ. അപ്പോൾ H എത്ര നമുക്ക് കിട്ടി? 6 കിട്ടി. ഇവിടെ ഒരു കാർബൺ, 2 കാർബൺ, മൂന്നാമത്തെ കാർബൺ ഇവിടെ. അപ്പോൾ ഇവിടെ C3 കിട്ടി. പിന്നെ 2 O ഉണ്ട്, O2. ഇനി ഇതിൻ്റെ കേസിൽ നോക്കൂ, മീത്തൈൽ എത്തനോയിറ്റ്. ഇതാണ് മീത്തൈൽ എത്തനോയിറ്റ്. ഇതിൻ്റെ കേസിൽ നോക്കൂ, 1, 2, 3 കാർബൺ അല്ലേ, C3. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം C3H6. പിന്നെ വരുന്ന ബാക്കി 2 റിമൈനിങ് ആയി വരുന്ന 2 ഓക്സിജനും. അപ്പം ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിന് ഉദാഹരണമാണ് ഇത് വരുന്നത്. ഇതെനിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് സെയിം മോളിക്കുലർ ഫോർമുല വരും, പക്ഷേ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കും വരുന്നത്. ഇത്തരം ഐസോമറിസം ഷോ ചെയ്യുന്നതിനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മെറ്റാമറിസം ഐസോമറിസമാണ്. മെറ്റാമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എക്സിബിറ്റഡ് ബൈ ദോസ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് കംസ് ഇൻ ബിറ്റ്വീൻ ദ കാർബൺ ചെയിൻ ആൻഡ് ബ്രേക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ചെയിൻ.
ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ബിറ്റ്വീൻ ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു കാർബൺ ചെയിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു ചെയിൻ്റെ കണ്ടിന്യൂറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഇതാണ് മെറ്റാമറിസം വരുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ CH3O CH2 CH2 CH3 ഇത് 1 മെത്തോക്സി പ്രൊപ്പൈൻ ആണ് കേട്ടോ. 1 മെത്തോക്സി propane and here it is CH3 CH2O CH2 CH3. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് രണ്ടാമത് വരുന്നത് എക്തോക്സി ഈതെയിൻ ആണ് കേട്ടോ. ഇത് എത്തോക്സി ഈതെയിൻ. ഓക്കെ, ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവിടെ നോക്കൂ, ഇതിൻ്റെ വെൻ ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ബോണ്ടഡ് ടു സെയിം ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ബോണ്ട് ചെയ്തിട്ടുണ്ട്, മെറ്റാമറിസം ഐസോമറിസം. ഇവിടെ കൂടാതെ നമ്മൾ പറയുന്നത് എന്താണ്, കാർബൺ ചെയിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ അല്ലേ ഫസ്റ്റ് ഇത് സെക്കൻഡ് പൊസിഷനിലായിട്ട് നമുക്ക് പറയാം. ഒരു കാർബൺ ചെയിൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള O ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് എത്തോക്സി ഈതെയിനിൽ നോക്കൂ, ഇത് രണ്ട് കാർബൺ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നടുവിലായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെറ്റാമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ ചെയിൻ്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് സിറ്റുവേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് മെറ്റാമറിസം ഐസോമറിസം. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. ഐസോമേഴ്സിൽ ഈ ഒരു സ്റ്റീരിയോ ഐസോമറിസത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പിന്നെ സെയിം സ്ട്രക്ചറൽ ഫോർമുല കൂടെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം അതെന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് വരുന്നത് ജോമെട്രിക്കൽ ഐസോമറിസമാണ്. ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വെച്ചാൽ, ഇത് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനുണ്ടല്ലോ നമ്മൾ സിസ് ബ്യൂട്ട് 2 എന്നാണ് കേട്ടോ ഇത് വിളിക്കുന്നത്. സിസ് ബ്യൂട്ട് 2 ഈ ഒരു സിസ് ഐസോമറിന് ഒരു ഹാവിങ് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സ് ഓൺ സെയിം സൈഡ്. ഇവിടെ സിസ് ആയിട്ട് വരുന്ന ഈ ഒരു ഐസോമറിന് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് സെയിം സൈഡിൽ തന്നെ ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവും. those isomers which have different position of identical groups in the സ്പേസിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് പൊസിഷനിലായിരിക്കും എന്താണ് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് സിസ് ആണ്. സിസിന് സെയിം സൈഡിലായിരിക്കും അതിൻ്റെ ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഇവിടെ CH3 അടിയിൽ താഴെയായിട്ട് Hഉം ഹൈഡ്രജൻ ആണ് ഉണ്ടാവുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ ആണ് ട്രാൻസ് ബ്യൂട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ട്രാൻസ് ഒന്നുമില്ല, ഈസിയാണ്, ജസ്റ്റ് ഇതൊന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ദറ്റ് ഈസ് ഈ മുകളിലുള്ളത് താഴെയും വരും, താഴെയുള്ളത് മുകളിലേക്കും പോകും. അപ്പം H മുകളിൽ വരും, എന്ത് CH3 താഴെയിലും വരും. ഇവിടെ എന്താണ് ഷോ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ട്രാൻസിൻ്റെത് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ സിസ് ഐസോമേഴ്സിന് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സ് ഓൺ സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡിലായിരിക്കും വരുന്നത്. ട്രാൻസ് ഐസോമർ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഈ ഒരു ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാമെന്നുണ്ടെങ്കിൽ, ദറ്റ് ഈസ് CH3
എച്ച് എച്ച് COH. ഇതിനെ നമ്മൾ സിസ് ബ്യൂട്ട് ടു എനോയിക് ആസിഡ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ട്രാൻസ് വരക്കണമെങ്കിൽ ഈസി ആണല്ലേ, ഇതേപോലെ തന്നെ വരക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രണ്ടും തമ്മിൽ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡ് ഓക്കെ ആയിരിക്കും, മറ്റേ സൈഡ് ഇത് ഇങ്ങോട്ടേക്കും, താഴത്തുള്ളത് മുകളിലേക്കും മുകളിലുള്ളത് താഴോട്ടേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇവിടെ H വരും, ഇവിടെ COH വരും. അപ്പോൾ ഇതിനെ ട്രാൻസ് ബ്യൂട്ടു എനോയിക് ആസിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുക, 2 isomers exit because the rotation of group across carbon double bond is not possible. ഈ ഒരു കാരണം നടക്കാത്തതിന് കാരണം എന്താണ്? ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻസ്. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസം സൈക്ലിക് കോമ്പൗണ്ട്സിലാണ് ഷോ ചെയ്യുന്നത്. അതിന് എന്തായാലും കാർബൺ ഡബിൾ ബോണ്ട് കണ്ടെയ്ൻ ചെയ്യണം വിത്ത് N. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജിയോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ആൻഡ് ദ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒപ്റ്റിക്കൽ ഐസോമറിസം ഷോൺ ബൈ ദ കോമ്പൗണ്ട്സ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം വെച്ചിട്ട് അതിനെ അതായത് 4 ഡിഫറെൻറ്റ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് എന്താണ് കമ്പൈൻ ചെയ്യണം. അപ്പോൾ അതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്നത്. ഈ തരത്തിലുള്ള കാർബൺ ആറ്റത്തിന് അസിമെട്രിക് അല്ലെങ്കിൽ ചിറൽ കാർബൺ ആറ്റം എന്ന് പറയൽ. ഈ ഒരു ചിറൽ അല്ലാത്ത കാർബൺ ആറ്റത്തിന് അച്ചറൽ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ഐസോമറത്തിന് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വരക്കാം. COH C2. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ഉണ്ടല്ലോ, സെയിം ആയിരിക്കും. സ്ട്രക്ചറൽ ഫോർമുല, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ് മാത്രമാണ് മാറുന്നത്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു മിറർ വെച്ചതുപോലെ ആയിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്പേസിൽ മാറുന്നത്. ദറ്റ് ഈസ് HOH2C. ഇതൊരു മിറർ ഇമേജ് പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. OH and H. ഇതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ വരുന്നത്. ദറ്റ് ഈസ് മോളിക്കുലർ ഫോർമുലയും സ്ട്രക്ചറൽ ഫോർമുല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇതിൽ എങ്ങനെയാണ് ഹൈഡ്രജൻ ആൻഡ് കാർബണിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഷോ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4ഓളം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് കാർബണും പിന്നെ നമ്മൾ കോപ്പർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് തന്നെ 2Cu+CO2. ദറ്റ് ഈസ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹിയർ കാർബൺ നമ്മുടെ കോപ്പർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അത് ഹീറ്റ് ആ ഒരു മിക്സ്ചർ ഉണ്ടാവല്ലോ, അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ടു ഫോം ദി കോപ്പർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കോപ്പറും കിട്ടുന്നുണ്ട് നമുക്ക്, ആൻഡ് ദി കാർബൺ ഡയോക്സൈഡും ഇവിടെ കിട്ടുന്നുണ്ട്. എക്സാമ്പിളായിട്ട് കാർബൺ ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, ഇറ്റ് റിമൂവ്സ് ഓക്സിജൻ ഫ്രം കോപ്പർ അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പർ ഓക്സൈഡിലുള്ള ഒരു ഓക്സിജനെ കാർബൺ എന്തായി റെഡ്യൂസ് ചെയ്തു. എന്നിട്ടാണ് നമുക്ക് കോപ്പർ മെറ്റലും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടിയിരിക്കുന്നത് അല്ലേ. then the Cu loses the oxygen and get reduced to copper metal and the carbon combines with the oxygen. ഒരു കാർബൺ എന്താണ് ഓക്സിജൻ റെഡ്യൂസ് ചെയ്ത ആ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ടാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തുള്ള എക്സാമ്പിളാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രസൻസ് ഓഫ് കാർബൺ അല്ലേ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിൽ. ഇനി ഹൈഡ്രജൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഹൈഡ്രജന് ഇതേപോലെ തന്നെ
കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കോപ്പർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹീറ്റഡ് ടു ഫോം ദി കോപ്പർ മെറ്റൽ ആൻഡ് വാട്ടർ. ഇവിടെ നോക്ക്, ഹൈഡ്രജൻ എന്താണ്, റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നേരത്തെ കാർബൺ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രജൻ കോപ്പർ ഓക്സൈഡിലുള്ള ഓക്സിജനെ റെഡ്യൂസ് ചെയ്തു, എന്നിട്ട് കോപ്പർ മെറ്റൽ മാത്രമാക്കി മാറ്റും അല്ലേ. ഇനി ഹൈഡ്രജന് ഓക്സിജനെ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറുന്നു, വാട്ടറായിട്ട് H2 ആയിട്ട് മാറുന്നു. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മൂന്നാമത്തെ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടിയിട്ട് റിയാക്ട് ചെയ്യും അല്ലേ, ആൻഡ് ടു ഫോം ദി കാൽഷ്യം കാർബണേറ്റ്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും, ആൻഡ് ഓൾസോ ദി വാട്ടർ. ഇവിടെ എക്സ്പ്ലനേഷൻ പറയാമെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, ദറ്റ് CaOH2, ഇത് ലൈം വാട്ടറാണ്. ഈ ഒരു ലൈം വാട്ടറിലൂടെ നമ്മളിപ്പം CO2 നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു മിൽക്കി കളറായിട്ടുള്ള ആൻഡ് ആ ഒരു മിൽക്കി അത് ഈ ഒരു CO2 ഉണ്ടല്ലോ ബബിൾ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ എന്താണ്, കാർബണിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഈ ഒരു ഇക്വേഷനിലൂടെ മനസ്സിലാക്കാം. ഇത് നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റും പിന്നെ H2O വാട്ടറുമായിട്ടാണ്. ഇവിടെ അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് CuSO4 5 മോളിക്യൂൾസ് ഓഫ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ്, ഇവിടെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ദറ്റ് ഈസ് CuSO4 5H2O ആയിട്ട് മാറും. ഹൈഡ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോപ്പർ സൾഫേറ്റ് കുറച്ച് വാട്ടറുമായിട്ടാണല്ലോ കമ്പൈൻ ചെയ്തത്, അത് ഹൈഡ്രേറ്റഡ് ആയി മാറും. ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ഉണ്ടല്ലോ വൈറ്റ് ഇൻ കളറായിരിക്കും. അതിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, അത് ആഡ് ചെയ്യുമ്പം ഇറ്റ് ഫോംസ് ദ ബ്ലൂ ക്രിസ്റ്റൽ ഓഫ് കോപ്പർ സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് മാറും. അതിൻ്റെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബ്ലൂ ക്രിസ്റ്റൽസ് ആണ് വരുന്നത്, ആ ഒരു ബ്ലൂ ക്രിസ്റ്റൽസ് ആണ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ്. ഇവിടെ ഷോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്തരം മെത്തേഡിലൂടെയാണ് നമ്മൾ ഹൈഡ്രജനും കാർബണും നമുക്ക് എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു അനാലിസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു.